നമസ്കാരം. ഞാൻ ഡോക്ടർ വിനീത ശ്രീകുമാർ, ഹോമിയോപ്പത്തിക് ഫിസീഷ്യനാണ്. സ്ട്രെസ് മാനേജ്മെൻറ്റ് ടിപ്സിനെ കുറിച്ച് സംസാരിക്കാനാണ് ഞാനിന്നിവിടെ വന്നിരിക്കുന്നത്. സ്ട്രെസ് ഒരാൾക്ക് ഇല്ലാതിരിക്കണമെങ്കിൽ ആദ്യം തന്നെ വേണ്ടത് നല്ലൊരു ഉറക്കമാണ്, ഗുഡ് സ്ലീപ്പ്. ഒരു ഗുഡ് സ്ലീപ്പ് ഉണ്ടാവണമെങ്കിൽ 2 കാര്യങ്ങൾ അത്യാവശ്യമാണ്. ആദ്യത്തേത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് ഉണ്ടായിരിക്കണം. പിന്നെ രണ്ടാമത്തേത് നല്ലൊരു വ്യായാമം. ഈ ഹെൽത്തി ഡയറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ്, പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ് എല്ലാം അടങ്ങുന്ന ഒരു ബാലൻസ്ഡ് ഡയറ്റ് മാത്രമല്ല, അത് കൃത്യസമയത്ത് എല്ലാ ദിവസവും ഫിക്സ്ഡ് ആയിട്ടൊരു സമയത്ത് കഴിക്കുക എന്നതും കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വ്യായാമം എന്ന് പറഞ്ഞാൽ ഹെവി ആയിട്ടോ സ്ട്രെനസ് ആയിട്ടോ ഉള്ളൊരു എക്സസൈസ് ചെയ്യണമെന്നല്ല. അതൊരു യോഗയാവാം, അതൊരു മെഡിറ്റേഷൻ ആവാം, അല്ലെങ്കിൽ ഒരു സ്ലോ വാക്കിംഗ് ആവാം, അല്ലെങ്കിൽ ഒരു ജോഗിങ് ആവാം. ഒരു 30 മിനിറ്റെങ്കിലും അതിനുവേണ്ടി എല്ലാവരും ടൈം സ്പെൻഡ് ചെയ്യണം. അതാണ് ഒരു നല്ല രീതിയിലുള്ളൊരു വ്യായാമം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ വ്യായാമവും നല്ല രീതിയിലൊരു ഹെൽത്തി ഡയറ്റും ഉണ്ടെങ്കിൽ ഒരാൾക്ക് തീർച്ചയായും നല്ലൊരു ഗുഡ് സ്ലീപ്പ് കിട്ടാവുന്നതാണ്. ഇനി സെക്കൻഡ് കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും ഒരു സോഷ്യൽ ബീയിങ് ആണെന്നല്ലേ പറയുന്നത്. അതുകൊണ്ട് കുറച്ചും കൂടെ നമ്മളെല്ലാവരുമായിട്ട് സോഷ്യലൈസ് ചെയ്യണം, ടോക്ക് ടു പീപ്പിൾ, മീറ്റ് മോർ പീപ്പിൾ. അതായത് നമ്മുടെ ഫാമിലി ആവാം, നമ്മുടെ ഫ്രണ്ട്സ് ആവാം, എല്ലാവരോടും നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുക, സംസാരിക്കുക, അവരെ കൊടുത്ത് കുറച്ചും കൂടെ നമ്മൾ മിങ്കിൾ ചെയ്യുക. അപ്പോൾ തന്നെ നമുക്ക് കുറേ സ്ട്രെസ്സ് നമ്മളിൽ നിന്നും റിലീഫ്ഡ് ആവും. പിന്നെ നെക്സ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ, ഡു വാട്ട് യു ലൈക്ക്. അതായത് ഓരോരുത്തർക്കും ഇഷ്ടപ്പെടുന്ന പല കാര്യങ്ങളുണ്ടാവാം. ചിലവർക്കൊരു മ്യൂസിക്കിനോടായിരിക്കാം താല്പര്യം, മ്യൂസിക് കേൾക്കാൻ, അല്ലെങ്കിൽ ചിലവർക്ക് ഗാർഡനിങ്ങിനോട് താല്പര്യം ഉണ്ടാവാം, ചിലവർക്ക് പെറ്റ്സിനെ നോക്കാൻ ഇഷ്ടമായിരിക്കാം. അങ്ങനെ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് കുറച്ചും കൂടെ മനസ്സിന് കുറച്ചും കൂടെ നല്ലൊരു സ്ട്രെസ് ഫ്രീ ആയിട്ട് റിലീഫ്ഡ് ആയിട്ട് ഇരിക്കാൻ സാധിക്കും. ഇനി നെക്സ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടിപ്പ് എന്ന് ഞാൻ സ്ട്രെസ്സിൻ്റെ കാര്യത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ബി എക്സ്പ്രസീവ്. അതായത് നമുക്ക് എന്ത് ഫീലിങ്സ്, ഇമോഷൻസ് ഒരാൾക്ക് ഉണ്ടാവുക എന്നുള്ളത് നോർമലാണ്. അത് ദേഷ്യമാവാം, സങ്കടമാവാം, സന്തോഷമാവാം, എന്ത് തന്നെയാണെങ്കിലും നമുക്ക് കംഫർട്ടബിളായ ഒരു ഗ്രൂപ്പിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു ആളുടെ അടുത്ത് നമ്മളത് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം നമ്മൾ ഒരു ഇമോഷൻ അല്ലെങ്കിൽ ഫീലിംഗ് സപ്രസ് ചെയ്യുമ്പോൾ കൂടുതൽ സ്ട്രെസ്സ് നമുക്ക് ഉണ്ടാവുകയാണ് ചെയ്യുക. ഓക്കെ, സോ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, എല്ലാത്തിലും ഉപരി ബി ഹാപ്പി ആൻഡ് ലിവ് ഹെൽത്ത്. അതാണ് സ്ട്രെസ് മാനേജ്മെൻറ്റ് ടിപ്സായിട്ട് എനിക്കിന്ന് പറയാനുള്ളത്. താങ്ക് യു.